ഇന്ത്യയെ കാണാനില്ല. ബഹിരാകാശത്ത് നിന്നും നോക്കുമ്പോൾ രാജ്യം മുഴുവൻ മേഘക്കടലിൽ. മഴയുടെ തന്നെ ഒരു മഹാവിസ്ഫോടനമാണോ ഇന്ത്യയെ കാത്തിരിക്കുന്നത്? ഭൂമിയിൽ നിന്നും ഏകദേശം 36,000 കിലോമീറ്ററിലധികം ഉയരത്തിലാണ് ബഹിരാകാശത്ത് നിശബ്ദമായി സഞ്ചരിക്കുന്ന ഒരു ഇന്ത്യൻ ഉപഗ്രഹമുള്ളത്. അതിൻ്റെ ക്യാമറ കണ്ണുകൾ ഇന്ത്യയിലേക്ക് തിരിച്ച സാഹചര്യത്തിൽ ശാസ്ത്രലോകം പോലും അമ്പരന്നുപോയി. കാരണം ആ ചിത്രത്തിൽ ഇന്ത്യയെ കാണാനില്ല. ഹിമാലയം മുതൽ കന്യാകുമാരി വരെയുള്ള ഭാഗം, പടിഞ്ഞാറൻ തീരം മുതൽ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ വരെ രാജ്യം മുഴുവൻ ഒരു ഭീമൻ മേഘസമുദ്രം വിഴുങ്ങിയതുപോലുള്ള ദൃശ്യങ്ങളായിരുന്നു അത്. മൺസൂൺ ഇപ്പോൾ അതിൻ്റെ ഏറ്റവും ശക്തമായ ഒരു ഘട്ടത്തിലേക്കാണോ കടക്കുന്നത് എന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായി കൂടി ഇതിനെ വിലയിരുത്താൻ കഴിയുമോ? IMDയുടെ കാലാവസ്ഥാ നിരീക്ഷണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഇൻസാറ്റ് 3DR, ഇൻസാറ്റ് 3DS എന്നീ ഉപഗ്രഹങ്ങൾ പകർത്തിയ ഇൻഫ്രാറെഡ് ചിത്രങ്ങളാണ് രാജ്യത്തിൻ്റെ 95% മേഖലയെയും കനത്ത മേഘങ്ങൾ മൂടി എന്ന് വ്യക്തമാക്കുന്നത്. സാധാരണ കണ്ണുകൾക്കൊന്നും തന്നെ കാണാൻ കഴിയാത്ത വിവരങ്ങൾ ഈ ഉപഗ്രഹ ചിത്രത്തിലൂടെ ശേഖരിച്ചു കഴിഞ്ഞു. മേഘങ്ങളുടെ ഉയരം, അതിൻ്റെ താപനില, അന്തരീക്ഷത്തിലെ ഈർപ്പത്തിൻ്റെ അളവ്, ഇതെല്ലാം തന്നെ ഈ ചിത്രത്തിലൂടെ ശാസ്ത്രജ്ഞർ വിലയിരുത്തി പോരുകയാണ്. ചിത്രങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായത് വടക്കൻ ബംഗാൾ ഉൾക്കടലിൽ നിന്നും മധ്യ ഇന്ത്യയിലൂടെ അറബിക്കടൽ വരെ നീളുന്ന ഒരു കൂറ്റൻ മേഘനിരയാണ്. അതിനോടൊപ്പം അറബിക്കടൽ മുതൽ ഹിമാലയൻ മലനിരകൾ വരെ അന്തരീക്ഷം ഈർപ്പത്താൽ നിറഞ്ഞിരിക്കുന്നു. മഴ പെട്ടെന്ന് തീരാതെ മണിക്കൂറുകളോ ദിവസങ്ങളോ നീണ്ടു നിൽക്കാനുള്ള ഒരു പ്രധാന കാരണമായി ഇത് മാറിയേക്കും. അതിലും ആശങ്കയുണ്ടാകുന്ന മറ്റൊരു കണ്ടെത്തലുണ്ട്. ചില മേഘങ്ങളുടെ മുകൾ ഭാഗത്തെ താപനില -60 മുതൽ -80 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. അതായത് ഈ മേഘങ്ങൾ 12 മുതൽ 16 കിലോമീറ്റർ വരെ ഉയരത്തിൽ വളർന്ന മഹാ ക്യുമുലോലിംബസ് മേഘങ്ങൾ കൂടിയാണ്. ഇടിമിന്നലും അതിശക്തമായ മഴയും സൃഷ്ടിക്കാൻ ഏറ്റവും സാധ്യതയുള്ള മേഘങ്ങൾ. ഈ ദൃശ്യങ്ങൾക്ക് പിറകിലുള്ള ഒരു പ്രധാന കാരണം മൺസൂൺ ട്രഫ് തന്നെയാണ്. വടക്കേ ഇന്ത്യയിലൂടെ നീളുന്ന ഈ ന്യൂനമർദ്ദ പാതയാണ് രാജ്യത്ത് എവിടെ മഴ എത്ര ശക്തിയിൽ ലഭിക്കണം, എത്ര വലിയ തോതിൽ അതിനെ നിർണ്ണയിക്കുന്നത്. നിലവിൽ ട്രഫ് അതിൻ്റെ സാധാരണ സ്ഥാനത്ത് തുടരുന്നതിനൊപ്പം തന്നെ ബംഗാൾ ഉൾക്കടലിലും മധ്യ ഇന്ത്യയിലുമൊക്കെ രൂപപ്പെട്ട അന്തരീക്ഷ ചക്രവാത ചലനങ്ങളും മഴയെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ മേഘാലയ, ഉത്തരാഖണ്ഡ് ഉൾപ്പെടെ പല സംസ്ഥാനങ്ങളിലും അതിശക്തമായ മഴ ഇതിനോടകം രേഖപ്പെടുത്തി. ജമ്മു കാശ്മീരിലടക്കം അടുത്ത ദിവസങ്ങളിലും വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിലും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലുമൊക്കെ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. എന്നാൽ മറ്റൊരു യാഥാർത്ഥ്യം കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. ജൂണിൽ രാജ്യത്ത് ലഭിക്കേണ്ട മഴയിൽ വലിയ കുറവ് തന്നെയാണ് രേഖപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഈ മഴ, ശക്തമായ മൺസൂണിലെ മഴക്കമ്മി പൂർണ്ണമായി നികത്തുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. അതോ ചില മേഖലകളിൽ മാത്രം വെള്ളപ്പൊക്ക ഭീഷണി ഉയർത്തുമോ? ഈ ചോദ്യത്തിനുള്ള ഉത്തരവും ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളിൽ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു വശത്ത് മഴയ്ക്കായി കാത്തിരിക്കുന്ന ഭൂമിയും മറുഭാഗത്ത് വെള്ളപ്പൊക്ക ഭീഷണിയിൽ കഴിയുന്ന ചില നഗരങ്ങളും. ബഹിരാകാശത്ത് നിന്നും പകർത്തിയ ഈ ചിത്രങ്ങൾ പറയുന്നത് ഒരൊറ്റ കാര്യം: ഇന്ത്യക്ക് മുകളിലൂടെ ഇപ്പോൾ കടന്നു പോകുന്നത് വെറും മേഘങ്ങളല്ല, ഈ മൺസൂണിന്റെ നിർണായക ശക്തികളാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.